എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണത്? പ്രാന്തൽ വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ. കണ്ണി കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല. നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഞാൻ പകല് മുഴുവൻ വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു. അറിയാം, രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ. ശങ്കരൻ നായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാതെ പോരെ. ആരാ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അയൽവക്കത്താർക്ക് പ്രശ്നമല്ല. എല്ലാം ചോദിക്കാൻ എടുത്തോണ്ട് പോകാൻ എടുത്തോണ്ട് പോത്തിക്ക് ഒഴുകിച്ചാൽ ഞാൻ നിന്നെ പട്ടറി കിടുന്നില്ല. നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. രാപകൽ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ്. അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല. ഉണ്ടോ? സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിൽ ആർക്കായിട്ട് നാണക്കേട്? നിങ്ങൾക്കല്ലല്ലോ നാണക്കേട്, ബാക്കിയുള്ളവർക്കല്ലേ. എന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ തന്തയുടെ തേങ്ങ വിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ? തന്തയെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാല് ഒന്ന് പറഞ്ഞേ. പറഞ്ഞിരിക്കുന്നു, 10 തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ. എനിക്ക് കങ്കിടിച്ച് വാട്ടണ്ട. നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. പിള്ളേരോ? ഏതാ പിള്ളേര്? എടി, ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ. ഉണ്ടായാൽ ആര് വളർത്താനാ? രാത്രി വന്ന് ഈ കുടിയും ബഹളവും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയി കൊത്താതെ ചാവാൻ. നീ ഒരു കാര്യം പോകരുതെന്നും പറയും. പറഞ്ഞാ എന്താ ചെയ്യും? ഞാൻ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ വന്നിരിക്കുന്നു, കണ്ടാ മതി. എന്താണ് കുഴപ്പം? കണ്ട എന്താ കുഴപ്പം? ആരാ? ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. അറിഞ്ഞു, പക്ഷെ പരിചയപ്പെട്ടില്ല. വന്നാട്ടെ, ഒരു 100 മില്ലി അടിച്ചിട്ട് വാ. എന്താ? മദ്യം വിഷമാണ്. ഒരു വിഷമവും ഇല്ല. ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. വന്നാട്ടെ. അല്ല, ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ. എന്താ? ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. ആണുങ്ങൾ വർത്താനം പറഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം? എന്താ പറഞ്ഞേ? ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്ക് സഹോദര. നിങ്ങളിങ്ങനെ കുടിച്ചു കൂത്താടി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അതെ, ഞാൻ അവളെ പട്ടിണി കിടുന്നില്ല. അവിടെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിനവർക്ക് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ അതിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതില്ല. ഇല്ലേ? അവന് എന്റെ ഭാര്യ എന്നെ അല്ലാതെ പിന്നെ സാറിനെയാണോ കുറ്റം പറയണ്ടേ? സ്വന്തമായിട്ടെല്ലാം പറയാനുണ്ടോ? അല്ല, നിങ്ങളിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ അയൽക്കാരായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടല്ലയോ? വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ? പഞ്ഞി ഉണ്ടല്ലോ. അത് കുറച്ചെടുത്ത് 2 ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങ. ചെല്ല, ബുദ്ധിമുട്ട്. നീ എന്നായാലല്ലോ. പാല് രാരിച്ചൻ നായര് തന്നയച്ചാണോ? നിങ്ങളൊക്കെ ആരാ? ചേച്ചി, അയാൾ ബാബുരാ. വില്ലേജ് ഓഫീസറാ. വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ വലിയ ഉദ്യോഗ. പിന്നെ അല്ല, അയാളുടെ വീട് പട്ടണത്തിലാണ്. അയാളുടെ മുറിയിൽ പാന്റ് തൂങ്ങി കിടക്കുന്ന ചേച്ചി കണ്ടോ? മേശപ്പുറത്ത് റേഡിയോ ഉണ്ട്.
നെൽത്ത് വിരിച്ചിരിക്കുന്ന സാധനം കാണാൻ എന്ത് ഭംഗിയല്ലേ? അയാളാണ് ചേച്ചി കല്യാണം ആലോചിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാല്ലേ? അവിടുന്ന് നേരത്തെ വരണേ. പിന്നെ നേരത്തെ വരാതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് സമാനം ഉണ്ടോ? വരട്ടെ. വരട്ടെ. പറഞ്ഞ ശരിയാ. എങ്ങനെങ്കിലും ഇങ്ങനെ ശ്രദ്ധയപ്പെട്ട കാര്യം ചെയ്യിച്ചു. അതിനിപ്പോ എന്തൊരു വഴി. പട്ടണത്തിൽ നിന്നും 10 നേരം ഈ സൂര്യനുദിക്കും, ഈ സൂര്യനുദിക്കും. ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനും അമ്മയും ഉറങ്ങിയോ നോക്ക്. ഉറങ്ങി. ചേച്ചി അയാള് ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നമുക്ക് അയാളുടെ അച്ഛനോർ കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ, എന്നാ വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴേക്ക് ഇനി വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ടെന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങോ? പിള്ളേര് മര്യാദക്കാരന്ന് ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല. ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. പാല്. ആഹാ, എല്ലാരും മുണ്ടൊക്കെ എടുത്ത് വലിയ സ്റ്റൈലിലാണല്ലോ. അതെ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? ആ, വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല, എന്താ? എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? വീട് വലിയ വീടാണോ? ആ, അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ? നിങ്ങളെ കല്യാണം ആലോചിക്കാൻ എന്താ വഴി? ആർക്കാ? ആ, അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലേ,